ഒപ്പം ഈ TMCയിൽ നിന്നും BJPയിലേക്ക് ചേർന്ന അംഗങ്ങൾ പോലും അവരുടെ വിഷയത്തിൽ ഈ കാര്യത്തിലൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചാലും വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഈ വിഷയത്തോട് അവർ പറയുന്നതിനോട് യോജിക്കാനാവില്ല എന്ന് അങ്ങയോട് പറഞ്ഞതായിട്ടാണ് മനസ്സിലായത്. പറഞ്ഞില്ല. ഞാൻ എൻ്റെ പ്രിവിലേജ് നോട്ടീസിൽ സുഷ്മിത ദേവിൻ്റെ നേതാവിൻ്റെ ഒരു പദവിയുള്ള സുഖേന്ദു ശേഖർ റോയിയുടെ, അദ്ദേഹം TMCയിൽ നിന്ന് BJPയിലേക്ക് പോയ ആളാണ്. അദ്ദേഹം പിറ്റേ ദിവസം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കാകെ വിഷമായിപ്പോയി, അപ്സെറ്റായിപ്പോയി. ഞാൻ സുഷ്മിതയോട് പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല. ഐ വാസ് ഷോക്ക്ഡ് എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് എല്ലാവരും കാണുകെ ഈ സുഖേന്ദു റോയ് എൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്, തൊട്ട് പുറകിൽ അദ്ദേഹം വളരെ വളരെ എന്താ പറയുക പരിണതപ്രജ്ഞനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. എത്രയോ കാലം പാർലമെൻറ്റ് മെമ്പറായിരുന്ന ആളാണ്. അദ്ദേഹം തൻ്റെ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് 3-4 റോയ്ക്കപ്പുറത്തുള്ള അങ്ങേ വശത്തുള്ള സുഷ്മിതയുടെ അടുത്തേക്ക് പോയിട്ട്, ജൂനിയർ മെമ്പറാണ് സുഷ്മിത, അദ്ദേഹവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ മാപ്പ് പറയണമെന്ന്. മാത്രമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു നിലപാടുണ്ട് എന്നുള്ള കാര്യം താങ്കൾ എവിടെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, അവരെൻ്റെ പാർട്ടി മെമ്പറാണെങ്കിൽ പോലും. തൊട്ടപ്പുറത്ത് ഈ സംഭവം നടക്കുമ്പോൾ ആ അടുത്ത സീറ്റുകളുണ്ടായിരുന്ന DMKയുടെ നേതാവ് വിൽസൺ, അദ്ദേഹം സുപ്രീം കോടതിയിലെ പ്രശസ്ത അഭിഭാഷകനാണ്. പിന്നെ നിഷാന്ത്, വേറൊരു ഇവരെല്ലാം കേട്ട് ആകെ എന്താ പറയുക ഷോക്ക്ഡായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അവരിപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് BJP പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൗണ്ടർ കൊടുക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം ഇതിനകത്തൊരു എന്താ പറയുക അവരുമായിട്ടുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല. ഈ കിരൺ റിജു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഒപ്പം കുറേ സ്ത്രീകളെ അവരൊപ്പം ഉണ്ടായിരുന്നു, MP മാരായ സ്ത്രീകൾ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല JP നഡ്ഡയും അവർക്ക് ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന തരത്തിൽ ആണ് സംസാരിച്ചത്. ഇതൊരു BJP കേന്ദ്രമന്ത്രിമാരുടെ ഒരു അഭിപ്രായം തന്നെയല്ലേ അവർ പറഞ്ഞതായിട്ട് നമുക്ക് അപ്പോൾ വായിച്ചെടുക്കാൻ കഴിയുക? അല്ല, അതിനകത്ത് ഒന്ന് ഈ ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഈ സഭ പിരിഞ്ഞ ശേഷം, സ്തംഭിച്ച് പിരിഞ്ഞ ശേഷം ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാജ്യസഭാ അധ്യക്ഷൻ്റെ റൂളിങ് വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിരുന്നു. അത് ഭരണകക്ഷിയെ വല്ലാതെ വിരൽ പിടിപ്പിച്ചു, ഒലച്ചു കളഞ്ഞു. അമിത്ഷാ സഭയിലെത്തണമെന്നുള്ള പ്രതിപക്ഷ വികാരം അദ്ദേഹത്തെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശത്തിന് സമാനമോ അതിനേക്കാൾ ഏറെയോ ആഘാതം സൃഷ്ടിക്കുന്നതായിരുന്നു. എന്താ കാരണം വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ BJPയുടെ മോഹങ്ങൾക്ക് വലിയ ഭംഗം സൃഷ്ടിക്കുന്ന ഒരു റൂളിംഗാണ് അദ്ദേഹം നടത്തിയത്. അതായത് വൈവിധ്യമായ സംസ്കാരങ്ങളുടെ നാടാണ്, അതുകൊണ്ടൊരു സംസ്കാരത്തെയും അതിൻ്റെ രീതികളെയും ഒരിക്കലും വ്രണപ്പെടുത്താൻ പാടില്ല എന്ന ഒരു റൂളിങ്. ഒരു പ്രിവിലേജ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ അംഗത്തിന് അവിടെ പാർലമെൻറ്റിൽ സംസാരിക്കാൻ സമയം നൽകുക, അതിനുശേഷം ഒരു റൂളിംഗ് നൽകുക എന്നുള്ള പതിവൊന്നും പാർലമെൻറ്റിലില്ല. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് അദ്ദേഹം എടുത്തതെന്നുള്ളത് ഇവർക്ക് വലിയൊരു ഷോക്കായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ സുഷ്മിത അവരെ ചില ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ BJPയിലെ ചില ആൾക്കാർ വന്ന് എന്നോടത് പറയുകയും ചെയ്തു. എന്നുവെച്ചാൽ ഞാനെന്തോ അവർക്കെതിരെ ഒരു അൺപാർലമെൻ്ററി പരാമർശം നടത്തിയെന്നുള്ളത്. എനിക്കും എൻ്റെ മുമ്പിൽ മൈക്കുള്ളതുകൊണ്ട് ഞാൻ എന്താണ് നടത്തിയെന്നുള്ള റെക്കോർഡിലുണ്ട്. ഞാൻ നടത്തിയത് വളരെ കറക്റ്റായിരുന്നു. ടേൺ ഗോട്ട്സ് ആർ മോർ എൻതൂസിയാസ്റ്റിക് എന്ന കാരണം അവരുടെ സീറ്റല്ലാതെ എൻ്റെ പുറകിൽ വന്ന് അവരിരുന്ന് തന്നെ യഥാർത്ഥത്തിൽ സഭാ ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇരുന്നിട്ട് ശേഷം ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടതും അത് വലിയ ലംഘനമാണ്. ഒരിക്കലും ഒരു ട്രഷറി ബെഞ്ചിൽ ഒരു മെമ്പർ ചെയ്യാൻ പാടില്ല. പിന്നെ അവർ പരതി നോക്കിയപ്പോഴും ഈ ടേൺ കോട്ട് എന്ന് പറയുന്നാൽ രാഷ്ട്രീയ കക്ഷി മാറുന്നവരാണ്, കുപ്പായം മാറുന്ന പോലെ. അതൊരു അൺപാർലമെൻ്ററി പരാമർശമേ അല്ല എന്നുള്ളവരെ കണ്ടെത്തി. അതുകൊണ്ട് എൻ്റെ തലയിൽ പൂടയുണ്ടോ എന്ന് തപ്പി നോക്കുന്ന അവസ്ഥയാണ്. പിന്നെ വേറെ കാര്യം, ഈ ടേൺ കോട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു, എന്തൂസിയാസ്റ്റിക്കാണ് ഇവരെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ പുത്തനച്ചി പരപ്പുറം തുടയ്ക്കുമെന്ന്, അതെൻ്റെ വേറൊരു ഭാഷയാണത്, വേറൊന്നുമില്ല. ശരിയല്ലേ? അവർ കോൺഗ്രസ്സിലായിരുന്നു, കോൺഗ്രസ് ഇതെല്ലാം വാങ്ങി, മഹിളാ കോൺഗ്രസിന് അധ്യക്ഷസ്ഥാനം വാങ്ങി. അവർ അവരുടെ പിതാവ് സന്തോഷ് ബഹൻദേവ് കോൺഗ്രസിൻ്റെ നേതാവ് മുൻ മന്ത്രിയായിരുന്ന പരിഗണനയിലല്ലേ ഇതെല്ലാം മേടിച്ച്. അപ്പോൾ വേണമെങ്കിൽ ഒരു നെപ്പോ കിട്ടുന്നുള്ള വേണം പറയാം. അത് കഴിഞ്ഞ് രാജ്യസഭാ സീറ്റ് കിട്ടാൻ വേണ്ടി TMCയിലേക്ക് കാലുമാറി. അത് കഴിഞ്ഞ് മമത തോറ്റു എന്ന് പറഞ്ഞ് ആ സെക്കൻഡിൽ BJPയിലേക്ക് കാലുമാറി. അപ്പോൾ അവരെ പിന്നെ എന്താ വിളിക്കേണ്ടത്? പക്ഷേ ഞാൻ വളരെ കൃത്യമായി പാർലമെൻ്ററി രേഖയിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള കൃത്യമായ സഭ്യമായ പദവികളാണ് ഉപയോഗിച്ചത്.